അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഫാമിലി അടുത്ത് ടൂർ പോവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സാധനം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. 2 ജ്യേഷ്ഠന്മാരും ഞാനും ഫാമിലി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു 5:30 ഇറങ്ങുക. ടൂറിസ്റ്റാനും കഴിഞ്ഞ് 5:30 ഇറങ്ങണം. ഇൻഷാല്ലാ ജ്യേഷ്ഠന്മാരൊക്കെ വന്ന് അവർ സാധനങ്ങൾക്ക് കയറ്റി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് അതിരപ്പള്ളി വാഴച്ചാലാണ്. നമ്മൾ ചാവക്കാട് വഴിയാണ് പോകുന്നത്. നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് പമ്പ ബൈപ്പാസ് നേരെ കയറി ചാവക്കാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ 2 ദിവസത്തെ ടൂറാണ്. ഫസ്റ്റ് അതിരപ്പള്ളി പോയുള്ള വീഡിയോസ് കാണിച്ചിട്ട് പിന്നീടുള്ള വേറെ വീഡിയോയിൽ മറ്റേ കാര്യങ്ങളും കാണിച്ചിട്ട് ഇൻഷാല്ലാ. അപ്പോൾ ഞങ്ങൾ കറിയൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പൊറോട്ട, പത്തിരി അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ചാവക്കാട് എത്താൻ നേരത്തെ ഒരു സ്ഥലത്ത് നിന്ന് വേങ്ങിയാണ്. പൊറോട്ട കമ്പനിയിൽ നിന്ന് വേങ്ങി സാധനങ്ങളൊക്കെ വേങ്ങി ഞങ്ങളൊന്ന് പോകും. ഭക്ഷണം കഴിക്കാൻ അതിരപ്പള്ളി എത്താൻ നേരത്തെ നമ്മൾ അവിടെ നിന്നാണ് കഴിക്കണത്. നമ്മൾ അതിരപ്പള്ളി എത്താനായിക്കണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിന് തൊട്ടടുത്തുള്ള പുഴയിൽ പുഴൻ്റെ അവിടെ പാറക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയതാണ് ഭക്ഷണം കഴിക്കാൻ. അതിരപ്പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് അതിൻ്റെ ശേഷം ഞങ്ങൾ അതിരപ്പള്ളിക്ക് കയറിയത്. എവിടെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ അവിടെ എത്തി. ഇതാൾക്ക് ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. അകത്തേക്ക് പേഴ്സണൽ ഫീസ് വരുന്നത്. അപ്പോൾ കുറച്ചാണ് നടക്കാണ്ട്. വെള്ളമൊക്കെ കുറവാണ്. ഇപ്പോൾ മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമില്ല അവിടെ. അതിൻ്റെ ഫ്രണ്ട് കവാടാണിത്. ഫുള്ള് ബാമ്പു കൊണ്ട് ചെയ്തിട്ടുണ്ട്. 50 രൂപയാണ് ഫീസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിരപ്പള്ളി ഇവിടെ 50 രൂപ കൊടുത്ത് നമ്മൾ വായിച്ചാൽ അവിടെ 2 കൊടുത്തും കയറാം. 2 ഒറ്റ ഫീസേ ഉള്ളൂ. അല്ല ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി
താഴത്തേക്ക് ഇറങ്ങണം. തിരപ്പള്ളി വായിച്ചാലിൻ്റെ ഏറ്റവും താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമാണ്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവിടെ താഴത്തേക്ക് ഇറങ്ങിയാൽ അവിടെ വെള്ളം മറ്റേ കുറവാണ്. ഇപ്പോൾ നല്ല വെള്ളം ടൈമിൽ നല്ല സൂപ്പറായിരിക്കും. ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തേക്കൊന്നും വെള്ളം ഇല്ല. മറ്റേ തൊട്ടത്ത് നല്ല വെള്ളമായിരിക്കും. താഴത്തേക്ക് ഇറങ്ങാനും കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ്. വെള്ളം കുറവാണ് ഇപ്പോൾ.